പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് ഇറാൻ അടച്ചുപൂട്ടിയ ഹോർമൂസ് കടലിടുക്ക് ഉടൻ തുറക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. സംഘർഷം നിലനിൽക്കുന്ന ഈ സമുദ്രപാതയിൽ പൌരന്മാരെ നഷ്ടപ്പെട്ട ഏക രാജ്യം ഇന്ത്യയാണ്. പശ്ചിമേഷ്യൻ പ്രതിസന്ധി ചർച്ച ചെയ്യാൻ ബ്രിട്ടൻ വിളിച്ചു ചേർത്ത 60ലധികം രാജ്യങ്ങളുടെ ബഹുരാഷ്ട്ര യോഗത്തിലാണ് ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയത്. രാജ്യാന്തര സമുദ്രപാതകളിലൂടെയുള്ള സുരക്ഷിതവും സ്വതന്ത്രവുമായ ഗതാഗതം ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. നയതന്ത്ര ചർച്ചകളിലൂടെ മാത്രമേ സംഘർഷത്തിന് പരിഹാരം കാണാൻ സാധിക്കൂ എന്ന ഇന്ത്യയുടെ ഔദ്യോഗിക നിലപാടാണ് നിലവിലുള്ളത്. പശ്ചിമേഷ്യയിലെ അസ്ഥിരത ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയെ നേരിട്ട് ബാധിക്കുന്നതാണ്. ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന ലോകത്തിലെ മുൻനിര രാജ്യങ്ങളിലൊന്നായ ഇന്ത്യയെ സംബന്ധിച്ച് ഈ പാത നിർണായകമാണ്. കൂടാതെ ഗൾഫ് മേഖലയിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ നാവികർ കൊല്ലപ്പെട്ട ഒരേയൊരു രാജ്യം ഇന്ത്യയാണ്. വിദേശ പതാകയുള്ള കപ്പലുകളിൽ ജോലി ചെയ്തിരുന്ന 3 ഇന്ത്യൻ നാവികർ ഇതിനോടകം കൊല്ലപ്പെടുകയും ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഗൾഫ് രാജ്യങ്ങളിൽ താമസിക്കുന്ന ഏകദേശം 1 കോടിയോളം വരുന്ന ഇന്ത്യൻ പൌരന്മാർ സുരക്ഷിതരാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. എംബസികൾ വഴി ഇരുവരുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. യുദ്ധ സാഹചര്യത്തിൽ ഇതുവരെ 8 ഇന്ത്യക്കാർക്ക് ജീവൻ നഷ്ടമാകുകയും ഒരാളെ കാണാതാകുകയും ചെയ്തിട്ടുണ്ട്. ഇറാനിൽ കുടുങ്ങിയ 204 ഇന്ത്യൻ പൌരന്മാരെ അസർബൈജാൻ അതിർത്തി വഴി കരമാർഗം സുരക്ഷിതമായി പുറത്തെത്തിച്ചു. ഇതിന് സഹായിച്ച അസർബൈജാൻ സർക്കാരിനോട് ഇന്ത്യ നന്ദി അറിയിച്ചു. വരും ദിവസങ്ങളിൽ കൂടുതൽ പേരെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ തുടരുകയാണ്. ഷിപ്പിംഗ് മന്ത്രാലയവും വിദേശകാര്യ മന്ത്രാലയവും ഏകോപിതമായാണ് രക്ഷാപ്രവർത്തനം നിരീക്ഷിക്കുന്നതിനായി പ്രവർത്തിക്കുന്നത്. UK വിദേശകാര്യ സെക്രട്ടറി അവേഡ് കൂപ്പറിന്റെ നേതൃത്വത്തിലാണ് യോഗം വിളിച്ചു ചേർത്തത്. ഹോർമൂസിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുക, കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നയതന്ത്ര തലത്തിലും രാഷ്ട്രീയമായും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് യോഗം ചർച്ച ചെയ്തത്. അതേസമയം US യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. USഉം ഇസ്രായേലും ചേർന്ന് ഇറാനെ ആക്രമിച്ചതോടെ പശ്ചിമേഷ്യയിൽ പൊട്ടിപ്പുറപ്പെട്ട യുദ്ധത്തിന് പിന്നാലെയാണ് അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിലും ഊർജ്ജ വിതരണത്തിലും നിർണായകമായ ഹോർമൂസ് കടലിടുക്ക് അടച്ചത്. ആക്രമണം പൂർണ്ണമായി അവസാനിപ്പിച്ച് പിന്മാറിയാലല്ലാതെ ഹോർമൂസ് തുറക്കില്ലെന്ന് ഇറാൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതത്തിൽ ഇന്ത്യക്ക് ഉറപ്പുമായി ഇറാൻ വീണ്ടും രംഗത്തെത്തി. തങ്ങളുടെ സുഹൃത്ത് രാജ്യമായി ഇന്ത്യക്ക് ആശങ്ക വേണ്ടതും ഇന്ത്യൻ കപ്പലുകൾ സുരക്ഷിതമാണെന്നുമാണ് ഇന്ത്യയോട് ഇറാൻ എംബസി അറിയിച്ചത്. അതേസമയം ഹോർമൂസ് കടലിടുക്ക് തുറന്നുകിട്ടിയെന്ന നിർണായക വെളിപ്പെടുത്തലുമായി റഷ്യ രംഗത്തെത്തി. മേഖലയിലെ മറ്റു കപ്പലുകൾക്ക് ഗതാഗത തടസ്സമുണ്ടെങ്കിലും റഷ്യൻ കപ്പലുകൾക്ക് യാതൊരു നിയന്ത്രണവുമില്ല. യുദ്ധസമാനമായ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതിനാൽ നിലവിൽ 2000-ഓളം കപ്പലുകൾ പേർഷ്യൻ ഗൾഫിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. നിലവിൽ ഇറാൻ, ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളുമായി സഹകരിക്കുന്ന ചുരുക്കം ചില കപ്പലുകൾക്ക് മാത്രമാണ് ഈ പാതയിലൂടെ കടന്നുപോകാൻ അനുമതിയുള്ളത്. ഈ പ്രതിസന്ധിക്കിടയിലും തങ്ങളുടെ കപ്പലുകൾക്ക് പാത തുറന്നു കിട്ടിയെന്ന റഷ്യയുടെ അവകാശവാദം ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതത്തിൽ നേരിടുന്ന തടസ്സവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. പശ്ചിമേഷ്യയിലെ സംഘർഷം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ തങ്ങളുടെ ഇന്ത്യൻ സുഹൃത്തുക്കൾ സുരക്ഷിതമായ കൈകളിലാണെന്നും ആശങ്കകൾക്ക് സ്ഥാനമില്ലെന്നും ഇറാൻ വീണ്ടും വ്യക്തമാക്കി. എന്നാൽ ഇന്ത്യയിലേക്കുള്ള LPG, ക്രൂഡ് ഓയിൽ, LNG എന്നിവയുമായി എത്തിയ 19 കപ്പലുകൾ ഇപ്പോഴും അവിടെ കുടുങ്ങിക്കിടക്കുകയാണെന്നാണ് ഔദ്യോഗിക വിവരം. ഇതിൽ 10ഓളം വിദേശ കപ്പലുകളും 8 ഇന്ത്യൻ കപ്പലുകളും ഉൾപ്പെടുന്നു. സംഘർഷത്തെ തുടർന്ന് 500ഓളം കപ്പലുകളാണ് ഈ ഇടുങ്ങിയ പാതയിൽ കുടുങ്ങിയത്. നിലവിൽ മുൻഗണനാക്രമത്തിൽ കപ്പലുകൾക്ക് പുറത്തു കടക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി വരികയാണെന്ന് ഇറാൻ അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.